ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഫ്രോസണിലെ എൽസയുടെ തീം വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇതിന് മുമ്പ് 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു സെയിം ടൈപ്പ് മെറ്റീരിയൽ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഓർഡർ തന്ന കസ്റ്റമർ എന്നോട് പറഞ്ഞത്, ചേച്ചി ആ ഒരു കളറായിരിക്കണം, അതുപോലെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തൊരു ഓർഡറാണിത്. അപ്പോൾ ഒരു പാനൽഡ് ആയിട്ടുള്ള ലൈൻ ഫ്രോക്ക്, ട്രാൻസ്പെറൻറ്റ് നെക്ക് വന്നിട്ടുള്ള ഒരു ഫ്രോക്കും, അതുപോലെ തന്നെ അതിനൊരു അഡീഷണൽ വിങ്സ് പോലെ വെച്ച് കൊടുക്കാനൊക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷിമ്മർ നെറ്റാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. ഇതുപോലെ ഇത് ഫ്രണ്ട് പോർഷനാണ്. താഴെയായിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷന് വേണ്ടിയിട്ട്. എനിക്കൊരു റെഫറൻസ് പിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി യോക്ക് പോർഷൻ റെഡിയാക്കി എടുക്കണം. ഞാൻ ബാക്ക് പോർഷന് കംപ്ലീറ്റ് ആയിട്ട് ലൈനായിട്ട് തന്നെയാണ് ചെയ്തത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഞാൻ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു യോക്ക് പോർഷൻ ട്രാൻസ്പെറൻ്റ് ആക്കി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു കളറിലല്ല, നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്ത് വന്നപ്പോഴും ഒരു വെറൈറ്റി പാറ്റേൺ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ഇതുപോലെ ഫ്രിൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയ പോർഷനിൽ കുറച്ച് സ്റ്റോൺസും സീക്വൻസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു അഡീഷണൽ വിങ്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഷോൾഡറിൽ ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു വൈറ്റ് ഫ്ലവർ കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിവിടെ പ്രസ് ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കത് ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാം, അല്ലാത്ത സമയത്ത് അത് റിമൂവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ കുട്ടിക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫ്രോക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടും പറ്റും. ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഈ വിങ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു തീമിൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വേണ്ടവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.